ഡീലിനെ ചൊല്ലിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലും ഓൺലൈനായും ഓഫ്ലൈനായും നടക്കുന്ന ചൂടൻ ചർച്ച. പാലക്കാട് മണ്ഡലത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലാണെന്ന് UDF ആരോപിച്ചതോടെയാണ് ഇപ്പോഴത്തെ വിവാദത്തിന് തിരികൊളുത്തിയത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുന്നതിനിടെ വോട്ട് കമന്റ് മുന്നോട്ട് വെച്ച ചോദ്യം ഡീൽ വിവാദത്തിൽ ആര് പറയുന്നതാണ് ശരിയെന്നാണ്. ഈ ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കാദ്യം പ്രേക്ഷകർ നൽകിയ വോട്ടുകൾ പരിശോധിക്കാം. ഡീൽ വിവാദത്തിൽ ആര് പറയുന്നതാണ് ശരി എന്ന ചോദ്യത്തിന് LDF എന്ന് 30% പേർ പറയുന്നു, UDF എന്ന് 58% പേർ പറയുന്നു, NDA എന്ന് 8% പേരും. അങ്ങനെയല്ല വോട്ട് ഡീൽ നടന്നിട്ടില്ല എന്ന് പറയുന്നത് വെറും 4% പേര് മാത്രമാണ്. ഇനി നമുക്ക് പ്രേക്ഷകർ പങ്കുവെച്ച കമൻറ്റുകൾ നോക്കാം. വിന്നി, ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ ഡീൽ വിവാദം ഉണ്ടാവാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നു, പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അപ്പൊ കമന്റുകൾ നമുക്ക് കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട്. ഇത്തവണ നമുക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു കമന്റ് ആദ്യം നോക്കാം. ഒരു ജിഷ്ണു PJ ആണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കമന്റാണ് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുന്നതിന് കനകോലുവിന്റെ സഹായത്തോടെ UDF പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഡീലാരോപണം. ഇതിലൂടെ തങ്ങൾക്ക് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും അവർ ലക്ഷ്യമിടുന്നു. അതിനപ്പുറം ഒരു കഴമ്പുമില്ലാത്ത വിഷയം മാത്രമാണിതെന്ന് ആണ് ജിഷ്ണു പറയുന്നത്. അതുപോലെ അതേ സെയിം പാറ്റേണിലുള്ള ഒരു കമൻറ്റ് രാജൻ എമ്മും പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള വികസനം ചർച്ചയിൽ വരാതിരിക്കാനുള്ള കനകോലു തന്ത്രമാണ് ഈ ഡീൽ വിവാദം എന്നുള്ളത്. പല മണ്ഡലങ്ങളിലും BJP UDF കൂട്ടുകെട്ട് മറച്ചു വെക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ വിവാദം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കവിതയ്ക്ക് എന്താ അതിൽ തോന്നുന്നത് ഈ ഡീൽ വിവാദം? അല്ല, ഡീൽ വിവാദത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ അടിസ്ഥാനപരമായി ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പുതുയുഗയാത്രയിൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, CJP ഡീൽ, അതായത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീല് നടക്കുന്നു എന്നുള്ളൊരു സംഗതി. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പം റീസെൻ്റ്ലി ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം VD സതീശൻ പ്രഖ്യാപിക്കുന്നു 5 സ്ഥലങ്ങളിൽ ഡീല് ഇതുപോലെ CPM BJP ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. അതിന് പാലക്കാടായിരുന്നു തുടക്കം. പാലക്കാടായിരുന്നു തുടക്കം. അത് കഴിഞ്ഞിട്ട് പാലക്കാടിന് ശേഷം റാന്നി, കോന്നി, മഞ്ചേശ്വരം, കാസർഗോഡ്, അപ്പോൾ ഇത് മൊത്തം 5 ജില്ലകളിൽ ഈ പറയുന്ന രീതിയിൽ ഡീല് നടക്കുന്നെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇനിയും 10 ജില്ലകളോളം ഇത്തരത്തിൽ ഡീൽ നടക്കുന്നുണ്ട്, ജില്ലകളും വന്നു കഴിഞ്ഞു പറയുമെന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റാന്നി അതുപോലെ തന്നെ കോന്നി, ഈ 2 മണ്ഡലങ്ങളുടെയും കാര്യം നമുക്ക് അറിയാവുന്നതാണ്. റാന്നിയിൽ എന്താണ് ഇപ്രാവശ്യം 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ട് ഏത് രീതിയിൽ, അതായത് അവർക്ക് സാധ്യതയുള്ള ശബരിമല വിഷയമൊക്കെ വന്നതുകൊണ്ട് തന്നെ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് കാണുന്നതാണ്. അപ്പോൾ 2020 സ്ഥാനാർത്ഥിയുടെ വരവ് എങ്ങനെ അവർക്ക്, അപ്പം അതിൽ അവരൊരു ഡീല് കാണുന്നുണ്ട്. സ്വാഭാവികമായും കോന്നിയിൽ BDJ സ്ഥാനാർത്ഥി തന്നെയാണ് BJP നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ വോട്ട് വളരെ അപ്രധാനമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഒരു, അതായത് UDF ആരോപിക്കുന്ന ഒരു തന്ത്രം അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് പറയുകയാണെങ്കിൽ മുൻ കോൺഗ്രസ്സുകാരനെ നിർത്തിയത് BJP-ക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഒരു ആരോപണം. പിന്നെ ഉള്ളത് 2020-യുടെ കാര്യം. ഈ 2 മാസം മുമ്പ് വന്ന 2020-ക്ക് ഏറ്റുമാനൂർ, കൊടുങ്ങല്ലൂർ പോലുള്ള മണ്ഡലങ്ങൾ കൊടുത്തത് എന്തിനാണ്? എന്തിനു കൊടുത്തു? അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ പോലും ആർക്കും അറിയില്ല. മറ്റേ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അറിയില്ല എന്നുള്ള അങ്ങനെയുള്ള ഇതുകൊണ്ട് പരാമർശങ്ങളും വരുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പം ഈ ഡീല്, അതായത് റാന്നിയിൽ, കോന്നിയിൽ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നിന്ന ഒരു മണ്ഡലമാണ്. അതായത് സുരേന്ദ്രൻ നിന്ന് 32,000-ഓളം വോട്ട് പിടിച്ച ഒരു മണ്ഡലം. എന്നിട്ട് പോലും അതൊക്കെ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന ഒരു സമയത്താണെന്ന് ഓർക്കണം. എന്നിട്ട് പോലും അന്ന് അവിടെ LDF ആണ് ജയിച്ചത്. അത് റാന്നിയിലും അങ്ങനെ തന്നെയാണ്. റാന്നിയിൽ 2011 മുതൽ എന്താ പറയുക, LDF ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അവിടെ LDF-ന് BJP-യുമായിട്ട് ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത്തരം ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. ഇത് തുടർച്ചയായിട്ട് LDF ജയിച്ചു വരുന്ന, അല്ലെങ്കിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഈ കോന്നിയും റാന്നിയും. അവിടെ എന്തിന് LDF ഇങ്ങനെ ഒരു ഡീലുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വേറെ ലേഖ എന്ന് പറയുന്ന ആളുടെ കമന്റ്, UDF ആണ് ഡീല് നടത്തിയത്. അത് ഈ വിവാദം, വികസനം ചർച്ച ആകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിന് ഷാൻ പോൾ പറയുന്നത് അതേ സെയിം സാധനം, വികസനം കേരളത്തിൻ്റെ
വികസനം കേരളത്തിൻ്റെ ഭാവി ഒന്നും ചർച്ച ആകാതിരിക്കാനുള്ള UDFന്റെ കരുതലാണ്. ഇതിനെല്ലാ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നാണ് ഷാൻ പോൾ പറയുന്നത്. അപ്പോൾ ഇതിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2016 നിയമത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമത്തെ സംഭവിച്ചത് അറിയാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴയ കോലീബി തന്നെ ഇത് എല്ലാ പ്രാവശ്യവും ഡീൽ ആരോപണം വരുമ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കോലീബി ആരോപണം. അതപ്പോൾ പുതുതായിട്ട് ഇവർക്ക് പറയാനാകെയുള്ളത് വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വേണ്ട. അതെ, UDF ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം അത്തരം ചർച്ചകൾ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഡീൽ ആരോപണം എന്നുള്ളതാണ് LDF പറഞ്ഞിരിക്കുന്നത്. LDFന്റെ ഒരു പ്രതിരോധം അതാണ്. അതെ. ഇതിന്റെ വേറൊരു കമന്റ് വന്നിട്ടുള്ളത്, പാലക്കാടിന് വെളിയിൽ നിന്നുള്ളവരെയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് വോട്ട് കുറയുമെന്ന പേടി കൊണ്ടാണ് കള്ളങ്ങൾ മാത്രം വാ തുറന്നാൽ പറയുന്ന VD സതീശൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് ഒരു കമൻ്റ് ഉണ്ട്. പിന്നെ സ്വാതി ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്, ഇത്രയും നുണകൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിച്ച ക്യാഷ് കട്ട് മുടിച്ചിട്ടും എങ്ങനെ ആളുകൾ വീണ്ടും UDF സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ട്. അതുപോലെ ഒരു ഹരികൃഷ്ണൻ നന്ദൻ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ളത്, മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ശരിയാവുന്നത് LDF പറയുന്നതാണ്, UDF ജയിക്കുവാൻ വേണ്ടി ഡീലുണ്ടെന്ന് വേണം കരുതാനെന്ന് ഹരികൃഷ്ണൻ പറയുന്നത്. അതുപോലെ ഒരു സുമാ ഉദയൻ്റെ കമൻ്റ് ഉള്ളത്, UDFന് തോൽക്കുമെന്ന് പേടിയുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് എന്നാണ് പറയുന്നത്. വേറൊരു കമൻ്റ് ഉള്ളത് ഒരു ഷാജിമോൻ്റെ ഒരു കമൻ്റാണ്, കോൺഗ്രസ്സുകാരുമായിട്ട് ഡീൽ ഉണ്ടാവാം, പക്ഷേ ഇടതുപക്ഷവും BJPയുമായിട്ട് ഒരിക്കലും ഡീൽ കാണില്ല. ആളുകളെ പറ്റിക്കാം, അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിൽ ഓരോരുത്തർക്കും ഉണ്ട്, ഒരു വിഭാഗത്തെ മാത്രം കൂടെ നിർത്താനാണ് എന്നുള്ളതാണ് ഷാജിമോൻ കമന്റിൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ കമന്റുകളൊക്കെ വരുന്ന സമയത്ത്, അതായത് LDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കമന്റുകൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നസീബ പറഞ്ഞു നിർത്തിയ കോലിബി സഖ്യത്തിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടി വരും തോന്നുന്നു. അതായത് 1991 തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ കോലിബി സഖ്യത്തിന്റെ ഒരു ഇത് വരുന്നത്, കോൺഗ്രസ് ലീഗ് BJP. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു RSS നേതാവായിട്ടുള്ള KG മാരാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇത് പിന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. അതായത് ഇപ്പം മുഖ്യമന്ത്രി തന്നെ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് വളരെ വിസിബിളാണ്. പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ വിഷയം കൂടി വരുന്ന സമയത്ത്, പാലക്കാടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളെ ഈ ആക്കിയത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലൊരു ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്നത്. അപ്പോൾ കോലിബി സഖ്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വടകരയും ബേപ്പൂരും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ള ഈ പറയുന്ന സഖ്യമാണ്. അപ്പം CPM എല്ലാ തരത്തിലും പ്രതിരോധിക്കുന്നത് ഈ പറയുന്ന കോലിബി സഖ്യം വെച്ചിട്ടാണ് എന്നുള്ളതാണ്. അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഏക കാര്യം വികസനമാണ്. അപ്പോൾ ഈ വികസനത്തെ ഇത് എങ്ങനെ ബാധിക്കും? മാത്രമല്ല, ഇപ്പം ഇത്തരത്തിലുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ ഇപ്പം UDFന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടാവുക ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാം എന്നുള്ളതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അടുത്ത കമൻറ്റ് വായിക്കുന്നതിൻ്റെ മുന്നേ നമ്മളെ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വന്നത് ഡീലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ കമന്റുകൾ കൂടുതലും LDF അനുകൂലമാണ്, ഡീലില്ല, കോൺഗ്രസിന്റെ ആരോപണം തെറ്റാണെന്നുള്ള രീതിയിലുള്ള കമന്റ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഷാജി PP പറഞ്ഞത് ഡീലുണ്ടാവില്ല, കോൺഗ്രസ് ചീഞ്ഞാൽ BJPക്ക് വളം. അതിന് റിപ്ലൈ ആയിട്ട് അൻസാരി ഇബ്രാഹിം പറഞ്ഞേക്കുന്നത്, കോൺഗ്രസ് ചെയ്യാതെ തന്നെ ജനത്തിനെ പറ്റിച്ച് CPM BJP ഡീലുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പ്രജീഷം, അവന്മാരുടെ ഒരു ഡീൽ, രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയില്ല, വികസനം ചർച്ച ചെയ്യാൻ കഴിയില്ല, BJPയെ ജയിപ്പിക്കാൻ പാലക്കാട് കൊണ്ടു നിർത്തിയത് പിഷാരടിയെ, ഷാഫി നിൽക്കുമ്പോൾ ഡീലില്ല, ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ഡീല്. അതിന് ചന്ദ്രൻ എന്ന് പറയുന്നയാളുടെ കമൻറ്റ്, കോൺഗ്രസ് പാലക്കാട് സന്ദീപ് വാര്യരെ നിർത്താത്തത് എന്തുകൊണ്ടാണ്? അത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാടത്തെ സ്ഥാനാർത്ഥിത്വമാണല്ലോ മെയിനായിട്ടും. ഇത് ആദ്യം തുടക്കത്തിലെ ചർച്ച വരുന്നത് പാലക്കാട്ട് ഇങ്ങനെ ഒരു ഡീലുണ്ട് എന്ന് പറഞ്ഞിട്ട് VD സതീശൻ്റെ ആരോപണമാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് താരതമ്യേന ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് CPM നിർത്തിയേക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് NMR റസാക്കിനെ പോലെ ഒരു വ്യവസായിയെ നിർത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NMR റസാക്ക് അത്ര ദുർബലനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയൊന്നുമല്ല. അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ ഇല്ല എന്നാണ് ഇവർ ഉയർത്തുന്ന പ്രധാന ആരോപണം. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത് K മുരളീധരനെയാണ്. K മുരളീധരന്റെ പേരും ഉയർന്നു വന്നിരുന്നു. അവിടെ പിന്നീട് ഷാഫിയുടെ നിർബന്ധപ്രകാരം തന്നെ രമേശ് പിഷാരടി രംഗത്ത് വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് പിഷാരടി ഷാഫിയുടെ നിർബന്ധപ്രകാരമാണ് രാഹുൽ മംഗളത്തിൽ വന്നത്.
സോ ഇപ്രാവശ്യവും അതുപോലെ തന്നെ ഷാഫിയുടെ ഒരു സ്വാധീനം മൂലമാണ് രമേഷ് പിഷാരടി മണ്ഡലത്തിൽ വന്നത്. രമേഷ് പിഷാരടി സത്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള സിനിമാക്കാരൻ എന്നതിലുപരി അത്രയധികം രാഷ്ട്രീയ അടിത്തറയുള്ളൊരു ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാന്നറിയത്തില്ല. കാരണം പുള്ളി ഈ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി നടക്കുന്ന സമയത്ത് എന്തിനാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത് എന്ന് ചോദിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് UDF അടക്കം നമ്മൾ ഗാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇതെന്തിനാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നതെന്ന് ചോദിച്ചത്. അത്തരമൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ അതിലെ രാഷ്ട്രീയ ബോധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിലിടയ്ക്ക് നമുക്കൊരു ലൈവായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്, പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാ കാലത്തും കോലീബി, ഈ കോലീബി തന്നെയാണ് എല്ലാ കാലത്തും പറയാനുള്ളത് എന്നുള്ളത്. ഓക്കെ, എനിക്കിപ്പം വിന്നി പറഞ്ഞ സമയത്ത് എനിക്ക് അതിൻ്റെ കൂടെ നമ്മൾ 2 സ്ഥാനാർത്ഥികളെ പറഞ്ഞു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് എടുത്ത് പറയേണ്ട ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ശക്തയായ ഒരു വനിതാ നേതാവാണ്. അവർ ആ തരത്തിൽ BJPക്ക് വോട്ട് സമാഹരിക്കാൻ കെൽപ്പുള്ളൊരു നേതാവാണെന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഇവരെ നിൽക്കുന്ന സമയത്ത്, അതായത് NMR റസാഖും അതുപോലെ പിഷാരടി നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇവർ, പ്രത്യേകിച്ച് 2 സ്ഥലങ്ങളിൽ നിന്നും ഡീലാരോപണങ്ങൾ വരുന്ന സമയത്ത് അതിൽ 2ലും BJP നിൽക്കുന്ന സമയത്ത് എങ്ങനെ അത് വരും എന്നുള്ളത് നമ്മളൊന്ന് ആ തരത്തിൽ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ആ തരത്തിൽ NMR റസാഖ് ദുർബലനായ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ NMR റസാഖ് ഇവർ തിരിച്ചു പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ദുർബലനായ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും തിരിച്ചുള്ള ഇപ്പൊ CPM സുരേന്ദ്രനെ ഒരിക്കലും നമുക്ക് ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല. പാലക്കാട് BJPക്ക് നിർത്താൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അവര് മുമ്പ് നിന്നപ്പോഴാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ടുള്ളതും അവര് മുന്നേ നിന്നപ്പോഴാണ്. ഞാൻ CPM അതിനെ കാണുന്നതിനെയാണ് പറഞ്ഞത്. അപ്പം പക്ഷെ NMR റസാഖ് തന്നെ ചോദിക്കുന്നുണ്ട്, ദുർബലനാണെങ്കിൽ CPM തന്നെ നിർത്തുമോ എന്നുള്ളൊരു ചോദ്യം NMR റസാഖ് ഉയർത്തുന്നു. എന്തിനു ഭയപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട്. ഇപ്പം ഈ സമയത്ത് നമ്മൾ പാലക്കാട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലുള്ള വോട്ടൊന്ന് നോക്കിയാലേ, പാലക്കാട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ND ആണ് 2ാം സ്ഥാനത്ത് വന്നേക്കുന്നത്. ഇപ്പോൾ ഷാഫി മത്സരിച്ച 2021 തെരഞ്ഞെടുപ്പിൽ E ശ്രീധരനായിരുന്നു NDA സ്ഥാനാർത്ഥി. അതായത് ഏറ്റവും ശക്തനായ വേറൊരു രീതിയിൽ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഷാഫിക്ക് 54,000 ചില്ലാൻ വോട്ട് കിട്ടിയപ്പം ഈ ശ്രീധരന് 50,000 ചില്ലാൻ കിട്ടിയിട്ടുണ്ട് വോട്ട്. അന്ന് 3ാം സ്ഥാനത്ത് LDF. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച ഇതിലായാലും സരിന് 3ാം സ്ഥാനത്തായിരുന്നു. അന്നും 2ാം സ്ഥാനത്തുള്ളത് NDA തന്നെയാണ്. അന്ന് പക്ഷെ NDAക്ക് വോട്ട് കുറഞ്ഞു. സരിന്റെ LDFന്റെ വോട്ട് കൂടുകയും ചെയ്തു. LDFന്റെ വോട്ടുകൾ ആ സമയത്ത് കൂടിയിട്ടുള്ളൂ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് 54,000 ചില്ലായിരം ഷാഫിക്ക് ഉണ്ടായിരുന്നിട്ട് 58,000 ആയിട്ടുണ്ട്. അത് കുറഞ്ഞത് BJP-യിൽ മറ്റേ BJPയുടെ ശ്രീധരന് കിട്ടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തൊട്ട് പിന്നിൽ 2ാം സ്ഥാനത്തുള്ളത് LDF ആണ്. അതുകൂടെ പറയണം നമ്മൾ. ഇത് എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത്, ഡീലൊക്കെ ഇത് റിസൾട്ട് വരുമ്പോൾ ഡീലുണ്ടോ ഡീലില്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതെ, ഓക്കെ, നമുക്ക് കമന്റുകളുണ്ട്, കമന്റിലേക്ക് നോക്കാം. അപ്പം കണക്ട് മീഡിയ എന്നാണ് അക്കൗണ്ടിൽ വന്നൊരു കമന്റ് എന്ന് പറയുന്നത്, എൻ്റെ നാട്ടിലൊക്കെ ഇത് വളരെ പ്രകടമാണ് എന്നാണ്. നാട് ഏതാണെന്ന് പറയുന്നില്ല. ഓക്കെ, ബീന വിജയ് പറയുന്നത് LDF പറയുന്നതാണ് ശരി. BJP ജയിക്കുന്ന സ്ഥലത്തൊക്കെ കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ കുറയുന്നത്, അപ്പോൾ ആര് തമ്മിലാണ് ഡീൽ എന്നാണ് മറ്റൊരു കമൻറ്റ്. പിന്നൊരു കമൻറ്റ് വരുന്നത്, BJPക്കാർ ഇനിയും കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യും, കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPക്കാരുടെ സന്തോഷം, എല്ലാവരും കരുതിയിരിക്കുക, നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക എന്നൊക്കെയാണ് ഈ. അപ്പം അങ്ങനെ ഒരു ഡീൽ ഉണ്ടെന്ന് സമ്മതിക്കലാണ്. ഏറെക്കുറെ അങ്ങനെയും പറയാം. പിന്നെ ഇതിന് റിപ്ലൈ ആയിട്ട് ഹരീഷ് കുമാർ പറയുന്നത്, BJPക്ക് എന്ത് കോൺഗ്രസ്, അവർ രണ്ടും ഏട്ടനും അനിയനുമാണ്. ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സമയത്താണെന്ന് മറക്കണ്ടെന്നാണ് മറ്റൊരു കമൻറ്റ്. അപ്പോൾ വിന്നി പറയും. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു ഡീൽ വന്നിട്ടുണ്ട്. അതായത് അത് കാസർഗോഡിനെ സംബന്ധിച്ചിട്ടാണ്, മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിട്ട്. ഫായിസ് ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്, UDF പറയുന്നത് ശരി, STPI BJP CPM ഡീല് മഞ്ചേശ്വരത്തുണ്ട് എന്നുള്ളതാണ് ഫായിസ് പറയുന്നത്. അതുപോലെ അഫ്സലിൻ്റെയും സെയിം ഒരു കമൻ്റ് ഉണ്ട്, STPIയും BJPയും വരെ മഞ്ചേശ്വരത്ത് ഡീൽ വെച്ചു, പിന്നെയാണോ ഇതെന്ന്. അല്ല, അത് മഞ്ചേശ്വരത്ത് മറ്റേ STPI സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അത് തിരിച്ചടിയാവാൻ പോകുന്നത് UDFന് തന്നെയാണല്ലോ. അതിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന്. അതെ, കഴിഞ്ഞ തവണ സുരേന്ദ്രൻ തോറ്റത് 700 ചില്ലറ വോട്ടുകൾക്കോ മറ്റോ ആണ്. ആ 700 ചില്ലറ വോട്ടുകൾ എന്താ പറയാ സ്പ്ലിറ്റ് ചെയ്ത് പോവാന്നുള്ളത് STPI കൂടെ നിൽക്കുന്നതുകൊണ്ട് വളരെ ഈസിയാണ്.
അതിലൊരു ഡീല് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ് അല്ലേ? അതെ അതെ. അതെ സംശയം. അല്ല ഈ സമയത്ത് തന്നെ തൃശ്ശൂരിലെ കാര്യം പറയണം. തൃശ്ശൂരിലെ അതെ, തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? തൃശ്ശൂരിൽ ഇപ്പൊ മറ്റേ പൂരം കലക്കല് ADGP പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചതെന്നാണ്. അതെ, CPM BJP ഡീൽ. അതായത് CPM ആണ് അല്ലെങ്കിൽ LDF ആണ്, ഇടതുപക്ഷമാണ് ഈ പൂരം കലക്കൽ ആദ്യം തൊട്ടിട്ട് പൂരം കലക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പൂരം കലക്കാൻ കൂട്ടുനിന്നത് ഇവരാണെന്നുള്ള എന്ന തരത്തിലേക്ക് ഇത് മാറി. VD സതീശന്റെ പ്രധാന ആരോപണങ്ങളൊന്നും അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അന്ന് അവിടുന്ന് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് 80,000-ഓളം വോട്ട്. UDF അവിടെ 1,00,000-ത്തിലടുത്ത് വോട്ട് കുറയുകയും ചെയ്തു. അതെ അതാ പറഞ്ഞ അത്രയും 80,000-ത്തിന് മേലെ വോട്ടുകൾ അവർക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പം അവിടെ ഇപ്പം പൂരം കലക്കി CPM ആണോ BJP ആയിട്ട് ഡീൽ വെച്ചേ, അതോ ഇനിയിപ്പോ കോൺഗ്രസ് ആണോ ഡീൽ? എന്തായാലും ഡീല് ഇപ്പം കോൺഗ്രസ് ഡീൽ ആരോപണം ഉന്നയിക്കുമ്പം CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഡീൽ ആരോപണം നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ഡീൽ ആരോപണം ഞങ്ങളല്ല, കോൺഗ്രസും BJP ആണെന്ന് പറയും. മറ്റവർ തിരിച്ചു പറയും. എന്തായാലും ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒറ്റ കാര്യം, ഡീൽ അല്ല, ഡീലുണ്ട്, പക്ഷെ ആര് തമ്മിൽ എന്നുള്ളതാണ്. അതല്ല അത് മാത്രം. ഇതിപ്പോ നമുക്ക് വോട്ട് വന്നതും അങ്ങനെയാണ്. ഒരു 8% ആളുകൾ മാത്രമാണ് ഡീലില്ല എന്ന് പറയുന്നത്. 8 4% മാത്രമേ ഉള്ളൂ. ആണോ? ഓക്കെ, അത്തരത്തിലേ ഉള്ളൂ എന്ന് തോന്നുന്നു. 4% ആളുകൾ ഇല്ലാന്ന്. അതെ, മറ്റേത് അതാണ് 8%. ഇപ്പൊ കമന്റ് നോക്കാം എന്നാലും. അപ്പം ഇനി കമന്റ് പോകുന്നത് ഗ്രേഷ്യസ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇട്ട കമന്റ് വരുന്നത്, കടുത്ത BJP ആരാധകർ ഒരിക്കലും CPM വോട്ട് ചെയ്യില്ല. CPM അധികാരത്തിൽ നിന്ന് മാറ്റാൻ അവർ കോൺഗ്രസിനാണ് എല്ലാ കാലത്തും വോട്ട് ചെയ്യുന്നതെന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പം മുഹമ്മദ് ബഷീർ പുള്ളി പറയുന്ന കമന്റ് എന്ന് പറയുന്നത് ഇതിന് കാരണമായിട്ടാണ് പറയുന്നത്. കാരണം മലയാളികളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റ അയ്യപ്പ ക്ഷേത്രത്തിലെ കൊള്ള സംബന്ധിച്ചുള്ള BJP മൗനമാണ് ഒന്ന് എടുത്തു പറയുന്നത്. പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട ഒത്തുതീർപ്പ് കളികൾ, വാഹന നികുതി തട്ടിപ്പ് കേസിലും തൃശ്ശൂർ പൂരം കലക്കിയതിലും മറ്റും സുരേഷ് ഗോപിയോട് ഹവാല കേസിൽ സുരേന്ദ്രനോടുള്ള സമീപനം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, എണ്ണിയാൽ തീരാത്ത പലതും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിൻ PV ഡീല് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. പിന്നെ മെലീന പറയുന്നത്, ഡീല് പറയാനാണെങ്കിൽ മലമ്പുഴയിൽ ഡീലുണ്ട്. സുരേഷിനെ നിർത്തി CPM വോട്ട് ഭിന്നിപ്പിച്ച് BJPയെ ജയിപ്പിക്കാനാണ് എന്ന്. ഇതിൽ ഈ നമ്മുടെ BJPയുടെ ഇത് പറയുമ്പോഴേ, BJP ഈ 2020 ഒരു 2 മാസമല്ലേ ആയിട്ടുള്ളൂ BJPയിലേക്ക് വന്നിട്ട്. അപ്പം BJP 2020 അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സീറ്റുകൾ 19 സീറ്റുകളാണ്. അതിൽ ഓൾറെഡി BJPക്കുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രതിഷേധമുണ്ട്. അതുപോലെ ഇപ്പം തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ അതൊക്കെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ ഇവർ 2020 സ്ഥാനാർത്ഥികളെ, ആളുകൾ അറിയ പോലും ഇല്ലാത്ത ആളുകളെയൊക്കെയാണ് പലയിടത്തും നിർത്തിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കുള്ളിൽ തന്നെ ഇതൊരു ഭയങ്കര പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അതെ, അത് പ്രത്യേകിച്ച് ഏറ്റുമാനൂർ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റുമാനൂരിലൊരു, അതായത് ഒരു തരത്തിലും പ്രാധാന്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളത് അവർക്ക് വോട്ട് കുറയോ എന്നുള്ളൊരു ആശങ്ക BJPക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ കാര്യം. അതെ, പിന്നെ 2020യുടെ കാര്യം കൂടെ പറഞ്ഞു പോകേണ്ടതാണ്. അതെ, അതും കൂടെ ഒന്ന് പറയണം. അതായത് 2020 പല സമയത്ത്, അതായത് ഇപ്പോൾ തൃപ്പൂണിത്തറയും ഈ പറയുന്ന ഏറ്റുമാനൂരൊക്കെ വലിയ തോതിൽ ഇവർക്ക് അത്ര വലിയ പ്രാധാന്യമുള്ള മണ്ഡലമല്ല, പകരം BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ 2020 സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കോന്നിയിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്ത് സ്വാധീനമാണ് 2020 ഉള്ളത്? അത് BJP അത്രയും വോട്ട് പിടിച്ചൊരു മണ്ഡലമല്ലേ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ആശയം ഇല്ലാത്തൊരു. പക്ഷേ BJPന്റെ അകത്ത് തന്നെ അതിനകത്ത് അമർഷമുണ്ട്. അതെ അതെ. പക്ഷെ 2 മാസം മുന്നേ വന്ന ഒരു പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ എന്തായാലും ഉണ്ടാവും, പ്രതിഷേധം എന്തായാലും ഉണ്ടാവും.